മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിച്ച് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് ഇടപെടുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. അതിനായി 1 രാജാക്കന്മാർ 17:7 വായിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് പറ്റിപ്പോയി. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോടെ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ വായിക്കുന്നത് ഏലിയാവ് പ്രവാചകനെ സംബന്ധിച്ചുള്ള വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പേ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 16:30 വായിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ രാജാവായ ആഹാബിൻ്റെ കാലത്തെ അവൻ എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ബാലിനെ സേവിച്ചും ബാലിന് ബലിപീഠമുണ്ടാക്കിയും യഹോവയെ കോപിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു എന്ന് വായിക്കുന്നു. ഈ ആഹാബ് രാജാവിനോട് മുഖത്ത് നോക്കി ഒട്ടും കൂസലില്ലാതെ വളരെ ധൈര്യത്തോടെ ഏലിയാവ് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഏലിയാവിനെ അപകടമെന്ന് കണ്ട് ദൈവം ഏലിയാവിനെ ഒളിപ്പിക്കുകയാണ്. ദൈവം തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന വിധങ്ങളെ നമ്മൾക്ക് അവിടെ കാണാം. ഏലിയാവിന് ആപത്തെന്ന് കണ്ടപ്പോൾ ഏലിയാവിനെ ദൈവം ഒളിപ്പിക്കുന്നു. ദൈവം പറയുകയാണ്, കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. 1 രാജാക്കന്മാർ 17:3. ഏലിയാവിന് മുടങ്ങാതെ ഭക്ഷണം കൊടുക്കാൻ കാക്കയോട് കൽപ്പിക്കുക. ദൈവം തൻ്റെ ഭക്തന്മാരെ ദുഷ്ടന്മാരിൽ നിന്നും ഒളിപ്പിച്ച് മറയ്ക്കുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യഹോവയുടെ അരുളപ്പാട് പിന്നെയും ഏലിയാവിനുണ്ടായത് എന്തെന്നാൽ, നീ ഇവിടെ നിന്നും പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാൻ അരികെയുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്നും നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിനെ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന് അവിടെ കാണാം. യഹോവ തൻ്റെ ദാസന്മാരെ സൂക്ഷിക്കുന്ന വിധങ്ങൾ, തൻ്റെ ഭക്തന്മാരെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന വിധങ്ങൾ എത്ര അത്ഭുതമാണ്. ഏലിയാവിന് ആഹാരം കൊടുക്കുവാൻ കാക്കയോട് പോലും കൽപ്പിക്കുകയാണ്. നമ്മൾ എത്ര നിസ്സാരമായി കരുതുന്ന ഈ കാക്ക എന്ന പക്ഷിയെ ദൈവം എത്ര വിദഗ്ധമായി അവിടെ ഉപയോഗിക്കും. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്നത് പോലും ദൈവത്തിന് വിലപിടിപ്പുള്ളതാണ്. യാതൊരു യോഗ്യതയുമില്ലാത്ത കാക്കയെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് പോലെ സമൂഹത്തിൽ മാന്യരെയും മിടുക്കരെയും ഒക്കെ മാറ്റി നിർത്തിയിട്ടാണ് മനുഷ്യർ തള്ളിക്കളയുന്നവരെ കൊണ്ടൊക്കെ ദൈവം തൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിനെ രക്ഷിക്കാൻ, അവൻ്റെ ജീവനെ നിലനിർത്താനും വേണ്ടി ദൈവം കാക്കയെ കൊണ്ട് ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കെരീത്ത് തോട്ടിൽ നിന്നും വെള്ളവും. കാക്ക എന്ന പക്ഷിയെ കാണുന്നത് തന്നെ മനുഷ്യന് വെറുപ്പാണ്. സർവ്വകള്ളത്തരങ്ങളും പഠിച്ച ആകൃതിയിലോ നിറത്തിലോ ഒന്നും മനുഷ്യന് ഇഷ്ടപ്പെടാത്തൊരു ജീവി. വേണ്ടി വന്നാൽ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പോലും ആഹാരം തട്ടിക്കൊണ്ടുപോകുന്ന പക്ഷി. ദൈവം അതിനെ എത്രമാത്രം വിശ്വസിച്ചാണ് കാക്കയുടെ കയ്യിൽ കൂടി രുചികരമായ അപ്പവും ഇറച്ചിയും രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ഏലിയാവിന് എത്തിച്ചു കൊടുക്കുന്നത്. എന്നാൽ ആ ദേശത്ത് മഴ പെയ്യാഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തോട് വറ്റിപ്പോയി.
അവിടെ ഏലിയാവിൻ്റെ വെള്ളം കുടിയും മുട്ടിപ്പോയത് കാണും. അവൻ്റെ ആഹാരവും നിന്നു. ഏലിയാവ് ഒരു പക്ഷേ ഭ്രമിച്ചു പോയി കാണും, തളർന്നു പോയി കാണും. എൻ്റെ ആഹാരം പോലും മുട്ടിപ്പോയല്ലോ, ഇനി ഞാൻ എന്തു ചെയ്യും? എന്നാൽ ഒരു വഴി അടഞ്ഞപ്പോൾ ഏലിയാവിന് വേണ്ടി വേറെ വഴി അവിടെ തുറക്കുന്നു. ഏലിയാവ് ചിന്തിച്ച് കാണും, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ചെല്ലുന്നിടത്തൊക്കെയും തടസ്സം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ സംഭവിക്കുമ്പോൾ നാം തകർന്നു പോകാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്താണ് ദൈവം അവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാഭാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഏലിയാവ് അവിടെ പോയി. എന്നാൽ അവിടെ വലിയ വിചിത്രമായ കാര്യമാണ് കാണുവാൻ കഴിഞ്ഞത്. ഏലിയാവ് വിചാരിച്ച് കാണും അവിടെ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാമെന്ന്. ആദ്യം ഏലിയാവിന് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്തു. അവിടെയും ചില കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവർ തള്ളിക്കളയുന്നതിനെ, ഓടിച്ചു കളയുന്നതിനെ, അശുദ്ധി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി നിന്നവരെ ഒക്കെ ഒരുപയോഗത്തിന് ഇവനെ കൊണ്ട് കൊള്ളുകയില്ല എന്നൊക്കെ പറയുന്നവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുന്നു. ദൈവത്തിന് അവരെയൊക്കെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിന് ആരെയും തള്ളിക്കളയാൻ പറ്റുകയില്ല. ദൈവം കാക്കയെ വളരെ ഉത്തരവാദിത്വത്തോട് ഉപയോഗിക്കുന്നത് പോലെ മനുഷ്യരെയും അവൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനാണ്! മനുഷ്യർ തള്ളിക്കളയുന്നതിനെ ദൈവം സ്വീകരിക്കുന്നു. മനുഷ്യൻ്റെ പുറമേ ഉള്ളത് നോക്കി വിലയിരുത്തുമ്പോൾ ദൈവം അവൻ്റെ ഹൃദയത്തെ തന്നെ അറിയുന്നു. കുശവൻ തള്ളിക്കളഞ്ഞ പാത്രത്തെ ദൈവം നല്ല പാത്രമായി, ഒരു മാനപാത്രമായി രൂപാന്തരപ്പെടുത്തിയെടുക്കും. രണ്ടാമതായി നമ്മൾ അവിടെ നേരത്തെ വായിച്ചത്, പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങുന്ന ഒരു വിധവയുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. 17:10 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഏലിയാവ് കാണുന്നത്. ഏലിയാവിനെ വിശക്കുന്നു, ദാഹിച്ചു. ഏലിയാവ് വിധവയെ വിളിച്ചു പറഞ്ഞു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രം വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ പെട്ടെന്ന്, ഒരു കഷ്ണം അപ്പവും കൂടെ നിൻ്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. ഇത് കേട്ട് വിധവ വളരെ വിഷമിച്ചു. അവളുടെ നിസ്സഹായാവസ്ഥ അവൾ ഏലിയാവിനോട് പറഞ്ഞു, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. എൻ്റെ കയ്യിൽ തരാൻ ഒരപ്പവുമില്ല. എൻ്റെ കൈവശം അല്പം മാവും അല്പം എണ്ണയുമുണ്ട്. 2 വിറക് പെറുക്കി അപ്പം ഉണ്ടാക്കി അവസാനമായി ഞാനും എൻ്റെ മകനും കഴിച്ച് മരിക്കാനിരിക്കുകയാണ്. എന്തോ ഒരു ഹൃദയസ്പർശിയായ വാക്കുകൾ, അവളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ആ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവൾക്ക് ജീവിതം മടുത്തുപോയി. ഇനി ഒരു വഴി അവൾക്ക് മുമ്പോട്ട് പോകാനില്ല. എന്നാൽ ദൈവം അവൾക്ക് വേണ്ടി വഴി തുറന്നു. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയെങ്കിൽ വിധവയ്ക്ക് വേണ്ടി വിധവയുടെ ജീവിതകാലം മുഴുവനും കഴിയാനുള്ള ദൈവം ഏലിയാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഈ രണ്ടാമത്തെ വിഷയത്തിൽ പട്ടിണി കിടന്ന് മരിക്കാറായ വിധവയുടെ അടുക്കിലേക്ക് വിശന്ന് ദാഹിച്ച് വലഞ്ഞ ഏലിയാവിനെ ദൈവം എന്തുകൊണ്ട് അയക്കുന്നു? ഏലിയാവിനെ തീറ്റിപ്പോറ്റാൻ കഴിവുള്ള മറ്റാരുടെ അടുക്കൽ ദൈവത്തിന് അയക്കാമായിരുന്നല്ലോ. ദൈവം ഏലിയാവിൽ കൂടി വലിയ പദ്ധതി ഒരുക്കി പൂർത്തീകരിക്കുകയാണ്. 17:13 വായിക്കുമ്പോൾ ഏലിയാവ് അവളെ ധൈര്യപ്പെടുത്തുന്നു. ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം ഒരു ചെറിയ ഒരടയുണ്ടാക്കി കൊണ്ടുവരിക. പിന്നെ നിനക്ക് നിൻ്റെ മകന് വേണ്ടിയുള്ളത് ഉണ്ടാക്കുക. പട്ടിണി കിടക്കുന്നവളോട് ഏലിയാവ് പറയുകയാണ്, ആദ്യം എനിക്ക് ഒരട ഉണ്ടാക്കി കൊണ്ടുവരിക. ലോകത്തിൽ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് ഏലിയാവ് അവളോട് പറഞ്ഞത്. അവിടെ ദൈവത്തിൻ്റെ വലിയ വൻകാര്യങ്ങളെ മനസ്സിലാക്കി തരിക. നിൻ്റെ പട്ടിണിയിലും ദൈവദാസന് കൊടുക്കുമ്പോൾ, നിൻ്റെ ഇല്ലായ്മകളിലും ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, മടി കൂടാതെ ഭാരപ്പെടാതെ സന്തോഷത്തോടു കൂടി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ കഴിയും. യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവ അരുളി ചെയ്യുന്നു എന്ന് ഏലിയാവ് അവളോട് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളുടെ കുടുംബവും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. അങ്ങനെ അവളുടെ പട്ടിണിയും മാറി. അവളുടെ ചാർച്ചക്കാരുടെ ദേശത്തിൻ്റെ ഒക്കെയും വലിയ മാറ്റം സംഭവിക്കുവാനിടയായി.
സന്തോഷത്തോടെ കൊടുക്കാൻ ദൈവം നമുക്ക് കൊടുത്താൽ ദൈവം നമ്മുടെ എല്ലാ കുറവുകളും പരിഹരിച്ച് നമ്മളെ ആനന്ദത്തോടെ നടത്തും. ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് നമ്മൾക്ക് വേണ്ടുന്നതോളം അവൻ നൽകിത്തരും. ഏലിയാവിന് ഒരു വഴി അടഞ്ഞപ്പോൾ പല വഴികൾ തുറന്നു. ദൈവദാസൻ്റെ പട്ടിണി മാറി, വിധവയുടെ പട്ടിണിയും മാറി, ആ ദേശത്തിൻ്റെ പട്ടിണി മാറി. ദൈവം ആ ദേശത്തെ സന്ദർശിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം ആ ദേശത്ത് പരന്നു. അവിടെയുള്ളവർ ദൈവത്തിൻ്റെ ശക്തിയെ അറിയുവാനിടയായി. ഏലിയാവിന് അവിടെ പാർത്ത് പിന്നെയും ദൈവത്തിൻ്റെ ചില അത്ഭുത പ്രവൃത്തികൾ കൂടി ചെയ്യുവാൻ കഴിഞ്ഞു. 17 രാജാക്കന്മാർ 17:24 വിധവ ഏലിയാവിനോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യവചനമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തി ആ ദേശം അറിയുവാനിടയായി. അവിടെ ജനത്തിന് മനസ്സാന്തരമുണ്ടായി, ദേശത്തിന് സൗഖ്യം വന്നു. നാം പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, എന്നാൽ ദൈവത്തിന് നമ്മുടെ ഭൗതിക അനുഗ്രഹത്തിൽ നിന്നും കൊടുക്കുന്നതിൽ നാം ആത്മാർത്ഥത കാണിക്കാറുണ്ടോ? സന്തോഷത്തോടെ ദൈവത്തിന് കൊടുക്കാൻ നമ്മൾക്ക് താല്പര്യമുണ്ടോ? നമ്മുടെ വഴികൾ അടയുമ്പോൾ നമ്മൾ വളരെ നിരാശരായി തളർന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്നു. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വഴി അടയുമ്പോൾ അനേക വഴികൾ ദൈവം തുറന്ന് അനേക അനുഗ്രഹങ്ങൾ ദൈവം പകരുന്നു. അതുവഴിയായി പലരും ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാനും ഇടയാക്കുന്നു. അതുകൊണ്ട് പ്രതികൂലങ്ങൾ വരുമ്പോൾ ഭയക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം ചില അത്ഭുത വഴികളെ തുറക്കുന്നതായി കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നിറവേറ്റുന്നത് കാണാം. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നടത്താൻ അല്പനേരത്തേക്ക് ദൈവം നമുക്ക് ചില മുട്ടുകളൊക്കെ വരുത്തും. അതുകൊണ്ട് പിന്നെയും ദൈവത്തോട് പറ്റിച്ചേർന്ന് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദൈവം തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി അവനെ ഒളിപ്പിക്കുന്നു, അവൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നു. തൻ്റെ ഭക്തൻ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അവന് വേണ്ടത് സമയാസമയങ്ങളിൽ ദൈവം എത്തിച്ചു കൊടുക്കുന്നു. മനുഷ്യർ തള്ളിക്കളയുന്നതിനെ മനുഷ്യർ അറപ്പാകുന്നവരെ ദൈവം ഉപയോഗിക്കുന്നു. കുശവൻ തള്ളിക്കളഞ്ഞ പാത്രം ദൈവം മാനപാത്രമാക്കി മാറ്റുന്നു. ദൈവത്തിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുത്ത് നിൻ്റെ ഇല്ലായ്മ പറയാതെ കൊടുക്കുവാൻ താല്പര്യം കാണിക്കട്ടെ. പ്രതികൂലങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ മറ്റുള്ളവരും ദൈവത്തിലേക്ക് തിരിയട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ.